അപ്പോൾ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മളിപ്പോൾ പോകുന്നത് അല്ല, ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ഫുൾ സെറ്റായി. നമ്മൾ വണ്ടിയൊന്ന് മാറ്റി. നമ്മൾ മുത്തുമണ്ട വണ്ടിയാണ്, ചെബിലിൻ്റെ വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ പോകണ്ട. നീ സാധനങ്ങളൊക്കെ അവിടെ വെച്ചു. ഓക്കെ, ലൈഫല്ല, അതൊക്കെ ആഗ്രഹിച്ച കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫാമിലി വൈബ്. അപ്പോൾ നമ്മൾ എത്താനായി. സ്ഥലം നോക്കി കിട്ടില്ല. ആംബിയൻസ് നമ്മുടെ നാട്ടിൽ തന്നെയാണ്. വണ്ടി ഇവിടെ ഉണ്ട്. നമ്മൾ നേരെ പോകണത്. അങ്ങനെ സുഹൃത്തുക്കൾ, നമ്മൾ റിസോർട്ടിലെത്തി. നമ്മൾ റിസോർട്ട് ഫുള്ള് നമ്മൾ ഫാമിലിയൊക്കെ. ഓൾക്കാർക്കും വീഡിയോയിൽ വരാൻ താല്പര്യമില്ല. അപ്പോൾ നമ്മൾ പോലെ കാണാൻ പറഞ്ഞു വെച്ച് ഞാൻ അങ്ങനെ നിൽക്കണം. ഓക്കെ, കിഡിലൻ ആംബിയൻസ്. ഫുള്ള് വെള്ളച്ചാട്ടമാണ് ഇതിലൊക്കെ. അങ്ങനെ പാർക്കുണ്ട് ഇവിടെ ഉണ്ട്. വലിയൊരു വെള്ളച്ചാട്ടം. ഓക്കെ, നമ്മൾ മെക്സിക്കൻ വരാന്തരങ്ങളിലാണ്. ഈ സ്ഥലത്ത് അറിയാവുന്ന ആളുകൾ കമൻറ്റ് ചെയ്യട്ടോ. മെക്സിക്കോയിലാണ് നമ്മൾ, മെക്സിക്കോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രില്ലിടാൻ വേണ്ടിയിട്ട് പോവാണ്. ഫുൾ പരിപാടി എന്താണ് എന്നാലേ ഇത് ഗ്രില്ല് വെച്ചോ. ആ പറയാൻ കിട്ടില്ല. ആദ്യം ഒന്ന് ഇതാക്കണം. ഒന്ന് മിന്നി കാണി. അതിലിവിടെ മറ്റാക്കണി. അപ്പോൾ ഫാമിലി അൽഫാം വാങ്ങോ. അല്ല, നിനക്ക് ഓയിലുണ്ടോ? ഇത് വീഡിയോ ഓഫാക്കണ്ട. ഓഫാക്കി ഇതിലില്ല കിടപ്പുണ്ട്. ഐസ്ക്രീം ഉണ്ടല്ലോ. ഐസ്ക്രീമും ഓയിലൊക്കെ മാറ്റി കുക്ക് ചെയ്തോളി. ആദ്യമായിട്ട് കാറ്റിട്ടില്ല. പ്ലേറ്റ് എടുത്തോ. ഇത് വില വെച്ചിരിക്കുന്ന സാധനം. നമുക്ക് ഇതേ വെക്കോളൂ. അതൊന്നും എടുക്ക പോലെ തന്നില്ലേ ഞമ്മള് പണി. അതേ ഒന്ന് പെട്ടോട്ടെ. അപ്പം കട്ട് ചെയ്തു. നല്ല സ്മെല്ല്.
യാത്രയ്ക്ക് ഇനി 4 ദിവസങ്ങളുള്ളൂ ബുക്കിങ്ങിന്. അതായത് മെയ് 28-ാം തീയതിയും മെയ് 30-ാം തീയതിയും മെയ് 31-ഉം പിന്നെ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ നമ്മൾ പോകുന്നുണ്ട്. പക്ഷെ വലിയ പെരുന്നാൾക്കുള്ള ആ ഒരു യാത്ര വരുന്നത്, വലിയ പെരുന്നാൾ ഏകദേശം 26-27 ഡേറ്റിലായിരിക്കും. അപ്പോൾ നമ്മൾ യാത്ര പോകുന്നത് മെയ് 28-ാം തീയതി പോകുന്നുണ്ട്, മെയ് 30-ാം തീയതി പോകുന്നുണ്ട്, മെയ് 31 കേരളത്തിൽ നിന്ന് ബാച്ചുകൾ പോകുന്നുണ്ട്. ആഗ്രയും ഡൽഹിയും കശ്മീർ ആണെങ്കിൽ 14 ദിവസവും 12 ദിവസത്തെ ആഗ്ര ഡൽഹി മണാലിയും ഇനി 8 ദിവസത്തെ ആഗ്ര ഡൽഹിയും മാത്രമുള്ള ഗ്രൂപ്പ് ഇവന്റുകൾ പോകുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്ത നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം. ആഗ്ര ഡൽഹി കശ്മീർ ആണെങ്കിൽ 14 ദിവസം, ആഗ്ര ഡൽഹി മണാലി ആണെങ്കിൽ 12 ദിവസം, ആഗ്രയും ഡൽഹിയും മാത്രമാണെങ്കിൽ 8 ദിവസം. കേരളത്തിൽ നിന്ന് ജേർണി സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് കേരളത്തിലേക്ക് എത്തുന്നത് വരെയുള്ള നമ്പർ ഓഫ് ഡേയ്സ് ആണ് ഈ പറഞ്ഞത്. അപ്പൊ ഡേറ്റുകൾ മറക്കണ്ട. വലിയ പെരുന്നാള് ഈ വരുന്ന മെയ് 26-27 ആയിരിക്കും. 28-ാം തീയതി ആയിരിക്കും നമ്മൾ പോവുക. അല്ലെങ്കിൽ 30-ാം തീയതി നിങ്ങൾക്ക് നമ്മളൊരു ബാച്ച് പോകുന്നുണ്ട്, അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 31-ാം തീയതി പോകുന്നുണ്ട്, അതിലും ജോയിൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ജൂൺ ജൂലൈ മാസങ്ങളിലെ ഏത് ഡേറ്റുകളും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ട്രെയിൻ ടിക്കറ്റുകളുടെ അൺഅവൈലബിലിറ്റി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ഇപ്പൊ നിലവിൽ ടിക്കറ്റുകൾ ഓപ്പൺ ആവാനുള്ള പോവാണ്. അപ്പോൾ പ്രീ ബുക്കിംഗ് ആണ്. അപ്പൊ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്ത നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം. അവനെ പോയി മിന്നവനെ പോയണ്ടല്ലോ അല്ലേ? കളയണ്ട വാങ്ങിയോ? അമ്മന്റെ പേരെഴുതിക്കണോ? അനക്കില്ല പേരെഴുതിയതേ കിട്ടുള്ളൂ. അപ്പൊ സുഹൃത്തുക്കളെ, ഇത് ഈ ചിക്കന്റെ പേരെന്താ? കുഞ്ഞാണിക്ക സ്പെഷ്യൽ. ഒരു സ്പൂൺ തരുമോ? ആയി മിന്നലിന്റെ പവറാണ്. മറിച്ചണോ? പോയി കമ്മിയാക്കണ്ട, കരിയണ്ട. പ്രൊഫഷണൽ വർക്ക് കഴിച്ചു നോക്കി. ഇത് നേരത്തെ തുടങ്ങിയില്ലേ ഇതാവൂല. കുട്ടികളെവിടെ മതിയില്ലേ? അതാണ് കത്തിയെടുത്തോ? ഒതന്റിക് പീസ് ഷവർമ. സതീശാ ലായിക്കണല്ലേ? സതീശാ അതൊന്നും നോക്ക്. വാപ്പൻ ഏയ് രമേശ് come on. ഇതൊന്നും നോക്കി.
ഐശ്വരേ ഐശ്വ ഐശ്വ അവനെ ഇന്നുണ്ടോ ഒന്നാ മൊത്തം കഴിക്കണല്ലോ അല്ലേ നോക്കി 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 ഇത് മറ്റേ പീസാണ് വൈറ്റില്ലാന്നോ നോക്കി അല്ലേ അല്ലേ അഞ്ഞൂറ് അടുത്ത റൗണ്ട് നീ വേണ്ടല്ലോ ഞാൻ വേണ്ടേ ഒന്ന് മതി ചൂടുണ്ടാവട്ടോ ഇതാണ് നമ്മൾ ടോട്ടൽ റിസോർട്ടിന്റെ ആംബിയൻസ് കേട്ടോ. പാത്തു പോവാ ഹായ് കാണിക്ക്. ഓക്കെ പോട്ടെ സ്വിമ്മിംഗ് പൂളിൽ പോട്ടെ നമ്മള്. നമ്മളെങ്ങോട്ടാ പോണത്? എന്നാ പോട്ടെ. എങ്ങനെ പോണത്? പോട്ടെ പോട്ടെ പോട്ടെ. ചിഞ്ചോ വീഡിയോയിൽ പറഞ്ഞെങ്കിൽ മാറുന്നോ? വഴിക്കരുതോ? അവിടെ കൂടുതൽ സമയം വെള്ളത്തിനടിയിൽ നിൽക്കുക ചലഞ്ചാണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇത് ശരിക്കും
വെള്ളത്തിൽ കൂടുതൽ സമയം മുങ്ങി നിൽക്കുന്ന ആരാ നോക്കുക. റെഡി 1 2 3 സ്റ്റാർട്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ഉള്ളത് ബേത്താബ് വാലിയിലാണ്. ബേത്താബ് എന്ന സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് പെഹൽഗാമിന് ബേത്താബ് വാലി എന്നുള്ളൊരു പേര് ഈ ഒരു സ്ഥലത്ത് വരാൻ കാരണം. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് കാനഡക്കാരായിട്ടുള്ള നമ്മുടെ മാത്യു ചേട്ടനും അന്നമ്മ ചേച്ചിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയും കാര്യങ്ങളും? ഞങ്ങൾ ഒരുപാട് ട്രിപ്പുകളും പല ട്രൂപ്പിൻ്റെ കൂടെ പോയിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തരികയും അതുപോലെ തന്നെ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ക്ലിയറായിട്ട് പറഞ്ഞു തരികയും ചെയ്തതുകൊണ്ട് ഞങ്ങൾ വന്നതിൻ്റെ ആ ഇമ്പോർട്ടൻസ് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങൾ കാനഡയിലാണെന്നുള്ള ഫീലിംഗ് തന്നെ തോന്നിപ്പോയി. കാരണം അത്രമാത്രം തണുപ്പുള്ള സ്ഥലമാണിത്. തന്നെയല്ല പ്രത്യേകിച്ച് വോയേജറിനെ വേണ്ടി പറയാതിരിക്കാൻ പറ്റില്ല. ഷഫീഖ് ഭായി ഞങ്ങളോട് നിന്ന് എല്ലാ കാര്യത്തിനും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അക്കോമഡേഷൻ ആണെങ്കിലും ഹോട്ടൽസ് ആണെങ്കിലും ഈവൻ ഫുഡാണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും എല്ലാം ടൈം ടു ടൈം എല്ലാം പക്ക പെർഫെക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വി ആർ റിയലി സോ ഹാപ്പി. ഞങ്ങൾ റിയലി ഒത്തിരി എൻജോയ് ചെയ്തിട്ടുണ്ട് ട്രിപ്പ്. അപ്പം പിന്നെ അതുപോലെ തന്നെ ആദിലാണേലും ഷാമിലാണേലും അവർ രണ്ടുപേരും കൂടെ ഒത്തിരി ഇൻഫോർമേറ്റീവ് ആയിരുന്നു. താജ്മഹൽ, ഡൽഹി എല്ലാം ആദ്യമായിട്ടല്ല ഞാൻ താജ്മഹൽ കാണുന്നത്. എനിക്കത് നേരിൽ കണ്ട് വളരെയധികം സന്തോഷം തോന്നി. താങ്ക് യു വോയേജ് ടൂർ ആൻഡ് ഓൾറൈറ്റ്. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു ടോട്ടൽ? നല്ലായിരുന്നു. ട്രെയിൻ യാത്രയായിരുന്നു. ഞങ്ങൾക്കൊരു നൊസ്റ്റാൾജി ആയിരുന്നു. ട്രെയിൻ യാത്ര ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാണെങ്കിലും ന്യൂഡൽഹി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഷാമിലും ആദിലും ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഷഫീഖ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. ഒരു ഭയങ്കര സേഫ്റ്റി ഫീലിംഗ് ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം ഞങ്ങൾ എൻജോയ് ചെയ്തു. മക്കളെ പോലെ ഒരു കെയറിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓ തീർച്ചയായിട്ടും. ഒത്തിരി ഹാപ്പിയാണ്. ഒരുപാട് ട്രൂപ്പിനൂടെ പോയെങ്കിൽ കഴിഞ്ഞെങ്കിൽ ഇത്രയും ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടില്ല. അത് നിങ്ങളെ ഇതുകൊണ്ട് പറയുന്നത് ഭംഗിവാക്ക് പറയല്ല. ഇറ്റ്സ് കമ്മിങ് ഫ്രം മൈ ഹാർട്ട്. താങ്ക് യു ടു. സോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കൂടെ വന്ന ആളുകൾക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത ഡേറ്റുകൾ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു. വെള്ളച്ചാട്ടം പരിപാടിയൊക്കെ കഴിഞ്ഞു. എല്ലാവരും ടയർഡായി. അല്ലയാ ഇഷ്ടല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ മന്തി ഇവിടെ സെറ്റായി. സമയം എപ്പോഴും അറിയോ? 11:30 തിന്നു കേട്ടോ. അപ്പോൾ ഫുഡ് ഒരിക്കലും ആരും നമ്പിങ്ങാണ്ട് എന്ത് ചെയ്യരുത്, റിസോർട്ടിലേക്ക് പോകരുത്. ഒന്നും നമ്മൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പാർസൽ നമ്മൾ പോകുമ്പോൾ വാങ്ങിക്കൊണ്ടുപോകാം. അങ്ങനെ പാടിയാ. പക്ഷെ നേക്കാണ് അല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവരും ഹാപ്പിയാ. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കാണാം. അങ്ങനെ നമ്മൾ അടുത്ത പാട്ട് അപ്പം നമ്മളിനി അടുത്ത ഒരു പാട്ട് സെഷനാണ്. അവിടെ ഒരു പാട്ട് അടിക്കാടി. അങ്ങനെ നമ്മളെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ. 1 മണിയായി. ഇതാണ് നമ്മളെ റിസോർട്ടുകൾ. 3-4 ഹട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫാമിലീസ് ഓൾവേസ് ഫസ്റ്റ് പ്രിഫറൻസ്, ഫസ്റ്റ് പ്രിയോറിറ്റി. അതേ ഉണ്ടാവുള്ളൂ ലൈഫിൽ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങളും
നിങ്ങളുടെ ഫാമിലിയും കൂടെ ഇതേപോലെ യാത്രകളൊക്കെ പോയി. ഓക്കെ, ബൈ.